PC ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അതുപോലെ തന്നെ ചൈനീസ് വിപ്ലവം, ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന രീതിയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു റാങ്ക് ഫയലിൽ നിന്നുള്ള വീഡിയോസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. 39ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് 38 വരെ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രഞ്ച് പാർലമെന്റായ സ്റ്റേറ്റ് ജനറലിൽ ഓരോ എസ്റ്റേറ്റിലുമുള്ള പ്രതിനിധികളുടെ എണ്ണം രേഖപ്പെടുത്തുക. നമുക്ക് നോക്കാം. ഒന്നാം എസ്റ്റേറ്റ് 285, രണ്ടാം എസ്റ്റേറ്റ് 308, മൂന്നാം എസ്റ്റേറ്റ് 621. അതുപോലെ ബി തന്നിരിക്കുന്നത് ഒന്നാം എസ്റ്റേറ്റ് 308, രണ്ടാം എസ്റ്റേറ്റ് 285, മൂന്നാം എസ്റ്റേറ്റ് 621. സി തന്നിരിക്കുന്നത് ഒന്നാം എസ്റ്റേറ്റ് 258, രണ്ടാം എസ്റ്റേറ്റ് 303, മൂന്നാം എസ്റ്റേറ്റ് 521. ഡി തന്നിരിക്കുന്നത് ഒന്നാം എസ്റ്റേറ്റ് 258, രണ്ടാം എസ്റ്റേറ്റ് 301, അതുപോലെ തന്നെ മൂന്നാം എസ്റ്റേറ്റ് 621. അപ്പോൾ എത്രയാണെന്നുള്ളതാണ് നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒന്നാം എസ്റ്റേറ്റ് 285, രണ്ടാം എസ്റ്റേറ്റ് 308, മൂന്നാം എസ്റ്റേറ്റ് 621. 285, 308, 621 ഇതാണ് ആൻസർ. അടുത്തത്, താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ എഴുതാനാണ് 40ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. 40ാമത്തേൻ്റെ ആൻസർ ബി ആണ്. നമുക്ക് നോക്കാം. 2, 3, 4, 1 2, 3, 4, 1. താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ നമ്മൾ എഴുതി വരുമ്പോൾ ഏതാണ്? ഫസ്റ്റ് 2 ബോസ്റ്റൺ ടീ പാർട്ടി, 3 പറയുന്നത് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അടുത്ത 4 എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്, 1 എന്ന് പറയുന്നത് ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ഇതാണ് കാലഗണനാക്രമത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വന്നത്. അടുത്ത 41ാമത്തെ നോക്കാം. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് 41ാമത്തെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3, 4 1, 2, 3, 4. 1 ഐക്യരാഷ്ട്രസഭ രൂപം കൊണ്ടത് 1945 ഒക്ടോബർ 24. അതുപോലെ തന്നെ 2 എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ സെക്രട്ടറി ജനറൽ നോർവേക്കാരനായ ട്രിഗ് വെലിയാണ്. അതുപോലെ തന്നെ 3ാമത്തെ ഐക്യരാഷ്ട്രസഭയിലെ പ്രവർത്തനരഹിതമായ ഘടകമാണ് പരിരക്ഷണ സമിതി. അതുപോലെ തന്നെ 4 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാലം UN സെക്രട്ടറി ജനറൽ സ്ഥാനം വഹിച്ചത് മ്യാൻമർകാരനായ യു താൻഡ് ആണ്. ഇതാണ് താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3, 4. അടുത്തത് 42ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഇതെല്ലാം പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആദ്യത്തെ ഓപ്ഷൻ, അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും ചേരിതിരിവിനെ ഇരു ധ്രുവലോകം എന്ന് വിശേഷിപ്പിച്ചത് ആർണോൾഡ് ടോയിൻബിയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ, എല്ലാ യുദ്ധങ്ങളെയും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം, രണ്ടാം ലോക മഹായുദ്ധത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് വുഡ്രോ വിൽസൺ ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു അഗ്നിയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം എന്ന് അഭിപ്രായപ്പെട്ടത് HG വെൽസ് ആണ്. 4 ഓപ്ഷൻസ്. 4ാമത്തെ ഓപ്ഷൻ, പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞത് ഹിറ്റ്ലർ. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. 42ാമത്തെ ഡി ആണ്, 4 മാത്രം. ഏതാണ്? പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണെന്നുള്ളത് പറഞ്ഞത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്തത് 43ാമത്തെ തെറ്റായ ജോഡി ഗ്രൂപ്പ് ഏതാണ് എന്നുള്ളതാണ്. യുണിസെഫ്, ന്യൂയോർക്ക്, യുനെസ്കോ, പാരീസ്, ലോകബാങ്ക്, വാഷിംഗ്ടൺ, UNEP, നൈറോബി. രണ്ടാമത്തെ കോമൺവെൽത്ത്, ലണ്ടൻ, അറബ് ലീഗ്, കെയ്റോ, ഗ്രീൻപീസ്, ആംസ്റ്റർഡാം, UNDP, ന്യൂയോർക്ക്. അടുത്തത് ആസിയാൻ, ജക്കാർത്ത, സാർക്ക്, കാഠ്മണ്ഡു, യൂറോപ്യൻ യൂണിയൻ, ജനീവ, FAO, റോമ. 4ാമത്തെ ADB, മനാമ, ലോകാരോഗ്യ സംഘടന, ജനീവ, റെഡ് ക്രോസ്, ജനീവ, IMF, ന്യൂയോർക്ക്. ഇത്രയും നമുക്ക് സംഘടന തരുന്നത്. തെറ്റായ ജോഡി ഗ്രൂപ്പ് ഏതാണ് എന്നുള്ളത് 43ാമത്തെ ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉമാണ്. ഏതാണ്? 3ഉം 4ഉമാണ്. അടുത്ത 44ാമത്തെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. ആദ്യത്തെ കോമൺ സെൻസ് A, റൂസോ, P, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. 2 സോഷ്യൽ കോൺട്രാക്ട് B, ജോൺ റീഡ്, Q, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. 3ാമത്തെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ C, പാബ്ലോ നെരൂദ. R, ഫ്രഞ്ച് വിപ്ലവം. 4 മാച്ചു പിക്ചുവിൻ്റെ ഉയരങ്ങൾ D, തോമസ് പെയിൻ. S, റഷ്യൻ വിപ്ലവം. ഇതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് 44ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1 D, Q 2 AR, 3 B, S
4CP. ഇതാണ് ആൻസർ. അടുത്തത് 45. താഴെ പറയുന്നവയിൽ ജനീവ ആസ്ഥാനമായിട്ടുള്ള സംഘടന ഏതാണ് എന്നുള്ളതാണ് 45 ക്വസ്റ്റ്യൻ. 45 ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 ആണ്. ഏതൊക്കെയാണ് 1, 2, 3? അന്താരാഷ്ട്ര തൊഴിൽ സംഘടന അല്ലെങ്കിൽ ILO, അതുപോലെ തന്നെ 2 ലോക കാലാവസ്ഥ സംഘടന WMO, 3 ലോക വ്യാപാര സംഘടന WTO. ഇതാണ് താഴെ പറയുന്നവയിൽ ജനീവ ആസ്ഥാനമായിട്ടുള്ള സംഘടനകൾ ഏതൊക്കെയാണ്? 1, 2, 3. അടുത്ത 46. താഴെ പറയുന്ന വർഷങ്ങൾ സംഭവങ്ങൾ ക്രമമായ രീതിയിൽ ക്രമീകരിക്കാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യത്തെ നോക്കാം. ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് 1945 ഓഗസ്റ്റ് 6. അതുപോലെ തന്നെ 2ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി രൂപവൽകൃതമായ പശ്ചിമ ജർമ്മനിയെയും പൂർവ്വ ജർമ്മനിയെയും വേർതിരിച്ചിരിക്കുന്ന ബെർലിൻ മതിൽ പൊളിച്ചു നീക്കിയ വർഷം 1989 ആണ്. 3 ഹിരോഷിമയിൽ അണുബോംബാക്രമണം നടന്നത് 1945 ജൂൺ 26 ആണ്. അതുപോലെ തന്നെ 4 അമേരിക്ക 2ാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നുവരാനുണ്ടായ ജപ്പാന്റെ പേൾ ഹാർബർ തുറമുഖം ആക്രമണം നടന്ന വർഷം 1941 ഡിസംബർ 7. ചോദ്യം എന്താണ്? താഴെ പറയുന്ന വർഷങ്ങൾ സംഭവങ്ങൾ ക്രമമായ രീതിയിൽ ക്രമീകരിക്കാനാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. 46 ഓപ്ഷൻ എ ആണ് ആൻസർ. 1C, 2B, 3A, 4D. അടുത്തത് ഇവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാ വർഷവും ഒക്ടോബർ 25 UN ദിനമായി ആചരിക്കുന്നു. 2 1946 ഡിസംബർ 7 UN ചിഹ്നം അംഗീകരിക്കപ്പെട്ടത്. 3 1947 ഒക്ടോബർ 20 UN പതാക ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടു. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 1 എല്ലാ വർഷവും ഒക്ടോബർ 25 UN ദിനമായിട്ട് ആചരിക്കുന്നു. 2 1946 ഡിസംബർ 7 UN ചിഹ്നം അംഗീകരിക്കപ്പെട്ടത്. 1947 ഒക്ടോബർ 20 UN പതാക ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. ഇതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് 47 ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവന. ഏതാണ്? 1946 ഡിസംബർ 7 UN ചിഹ്നം അംഗീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ 3 എന്ന് പറയുന്നത് 1947 ഒക്ടോബർ 20 UN പതാക ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടു. ഇതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ്. അടുത്ത 48. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതൊക്കെയാണ്? അന്താരാഷ്ട്ര സംഘടനകളും ആസ്ഥാനവുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. UN വുമൺ ന്യൂയോർക്ക്. 2 ആഗോള തപാൽ യൂണിയൻ ബേൺ. 3 സാർക്ക് കാഠ്മണ്ഡു. 4 അന്താരാഷ്ട്ര മാരിടൈം സംഘടന ലണ്ടൻ. അങ്ങനെ 4 എണ്ണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായ ജോഡിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 48 ഓപ്ഷൻ സി ആണ് ആൻസർ. എല്ലാം ശരിയാണ്. ശരിയായ ജോഡി ഏതാണ്? എല്ലാം ശരിയാണ്. അടുത്തത് 49. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് അന്താരാഷ്ട്ര സംഘടനയെ പറ്റിയാണ്? തിരിച്ചറിയുക. ഏതാണ് നമുക്ക് നോക്കാം. 49 ഓപ്ഷൻ ഡി ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് അന്താരാഷ്ട്ര സംഘടന പറ്റിയെന്നാണ് തിരിച്ചറിയാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആസിയാൻ ആണ്. 49 ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത 50. റഷ്യയിൽ നിലവിലിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബോൾഷെവിക് ഗവൺമെന്റ് കൈക്കൊണ്ട നടപടികൾ എന്തെല്ലാം? എന്താണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. റഷ്യയിൽ നിലവിലിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബോൾഷെവിക് ഗവൺമെന്റ് കൈക്കൊണ്ട നടപടികൾ എന്തെല്ലാം എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. 3 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 1ാം ലോക യുദ്ധത്തിൽ ശക്തമായിട്ട് തുടർന്നു. 2 ഭൂമി ഏറ്റെടുത്ത കർഷകർക്ക് വിതരണം ചെയ്തു. 3 ഫാക്ടറികൾ, ബാങ്കുകൾ, ഗതാഗത സൗകര്യങ്ങൾ, വിദേശ വ്യാപാരം എന്നിവ പൊതു ഉടമസ്ഥതയിലാക്കി. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 50 ബി ആണ് ആൻസർ. 2, 3 2, 3 കാര്യങ്ങളാണ് ചെയ്തത്. ഭൂമി ഏറ്റെടുത്ത കർഷകർക്ക് വിതരണം ചെയ്തു. ഫാക്ടറികളും ബാങ്കുകളും ഗതാഗത സൗകര്യങ്ങളും വിദേശ വ്യാപാരം എന്നിവ പൊതു ഉടമസ്ഥതയിലാക്കി. ഈ 2 കാര്യങ്ങളാണ് റഷ്യയിൽ നിലവിലുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബോൾഷെവിക് ഗവൺമെന്റ് കൈക്കൊണ്ട നടപടികൾ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോയാലോ. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കലാണ്. പട്ടിക 1 തന്നിട്ടുണ്ട്, പട്ടിക 2 തന്നിട്ടുണ്ട്. ചേരുംപടി ചേർക്കലാണ്. നമുക്ക് ആദ്യം ആൻസർ നോക്കാം. 51 ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം ബി ഏതാണെന്ന്. 1 ഡി, 2 സി, 3 എ, 4 ബി. 1 ഡി, 2 സി, 3 എ, 4 ബി. ദീപാവലി പ്രഖ്യാപനം 1 ഡി. ഡി ഏതാണ്? ഇർവിൻ പ്രഭു. അതുപോലെ തന്നെ 2 സി ഇന്ത്യൻ ഹൈക്കോടതി നിയമം പാസ്സാക്കിയത്. സി ഏതാണ്? കാനിങ് പ്രഭു. 3 ഇൽബർട്ട് ബിൽ. 3 എ ആണ് റിപ്പൺ പ്രഭു. ഓഗസ്റ്റ് ഓഫർ 4 തന്നിരിക്കുന്നത് ഏതാണ്? ബി ആണ് ലിൻലിത്കോ പ്രഭു.
അടുത്ത 52 നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ആദ്യത്തെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു. രണ്ടാമത്തെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. മൂന്നാമത്തെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. നാലാമത്തെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ഉള്ള എല്ലാ വിവരങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് എന്തായാലും ഈ ക്വസ്റ്റ്യൻ നന്നായി നോക്കി വെക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 52 ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉമാണ് യോജിക്കാത്ത പ്രസ്താവന. നോക്കാം. അടുത്തത് 53 ലിസ്റ്റ് 1 ലിസ്റ്റ് 2 പൊരുത്തപ്പെടുത്തുക. താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് 53 ക്വസ്റ്റ്യൻ. ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്, ലിസ്റ്റ് 1 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതിൽ എന്താ ചെയ്യുക? ലിസ്റ്റ് 1 ലിസ്റ്റ് 2 പൊരുത്തപ്പെടുത്തുക. താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കാനാണ് 53 ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഡി. അടുത്തത് ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിൽ എഴുതാനാണ്. നമുക്ക് 54 ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 3, 4, 2, 1 ആൻസർ ആയിട്ട് വരുന്നത്. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിൽ എഴുതി നോക്കുമ്പോൾ ആദ്യം 3, പിന്നെ 4, 2, 1 അങ്ങനെയാണ് വരുന്നത്. അടുത്ത 55 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ജ്യോതിറാവു ഫുലെയുമായി യോജിക്കാത്തത് ഏതാണ് എന്നുള്ളതാണ് 55 ക്വസ്റ്റ്യൻ. 55 സി ആണ് ആൻസർ വരുന്നത്. 3 മാത്രമാണ്. ഏതാണെന്ന് നമുക്ക് നോക്കാം. 3 മാത്രം. ജ്യോതിറാവു ഫുലെയുമായി ബന്ധമില്ലാത്ത കാര്യം അല്ലെങ്കിൽ യോജിക്കാത്തത് ഏതാണ്? 3. ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ജ്യോതിറാവു ഫുലെയെ വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ് എന്നുള്ളതാണ്. അടുത്ത 56 ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് 56 ക്വസ്റ്റ്യൻ. 56 ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 2ഉം 4ഉമാണ്. ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ്. ബ്രിട്ടീഷുകാരനായ കഴ്സൺ വില്ലിയുടെ വധവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരിയാണ് മദൻലാൽ ഡിംഗ്ര. അതുപോലെ തന്നെ 4 63 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് ലാഹോർ ജയിലിൽ വെച്ച് മരണപ്പെട്ട വിപ്ലവകാരിയാണ് ജതിൻ ദാസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്തത് 57 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് 57. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം ശരിയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഫുള്ളായി ഇരുന്ന് വായിക്കുക. അത് മൊത്തം കാണാതെ പഠിച്ചോളൂ, കുഴപ്പമില്ല. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുമാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിരുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. Thank you.